ഹലോ, അസ്സലാമു അലൈക്കും. എന്നും രാവിലെ നമ്മളിപ്പോൾ എന്താ പറയുക, എന്തുണ്ടാക്കുക എന്നുള്ള ആകെ കൺഫ്യൂഷൻ ആവും അല്ലേ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇഡ്ഡലി മാവ് ഉണ്ടായിരുന്നു. ഇഡ്ഡലിയുടെ മാവും ദോശയുടെ മാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ടെൻഷനും അടിക്കേണ്ട, പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിന്ന് ഇഡ്ഡലിക്ക് ഉണ്ടാക്കിയ ഒരു സാമ്പാറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കഴുകിയെടുത്തു. പിന്നെ എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾ എന്താണോ കയ്യിലുള്ളത് അത് വെച്ചിട്ടാട്ടോ ഞാൻ സാമ്പാർ ഉണ്ടാക്കാറ് സത്യം പറയണമെങ്കിൽ. അപ്പോൾ അതിന് എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഉരുളൻകിഴങ്ങും മത്തങ്ങയും ചേനയും ആ പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറേശ്ശെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു 2 വിസിലേക്ക് വേവിച്ചെടുത്തു. 2 വിസിലായപ്പോൾ തന്നെ നന്നായി വെജിറ്റബിൾ വെന്ത് കിട്ടിയിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പുളിവെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളച്ചതിൻ്റെ ശേഷം കടുക് പൊട്ടിച്ചു കേട്ടോ. എൻ്റെ കടുക് പൊട്ടിക്കുന്നതിൽ ഇന്ന് വേപ്പില നമ്മുടെ ഉണക്കമുളക് ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ ശരിക്കും ഇട്ട് കൊടുക്കണം സാമ്പാറിൽ. പക്ഷെ നമ്മുടെ സാമ്പാർ പൊടി ഈ കടുകിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചമ്മന്തിയും കൂടിയിട്ട് ഇഡ്ഡലി കഴിച്ചു കേട്ടോ.